എക്സ്പ്രഷൻ പ്ലീസ്. ഫസ്റ്റ് എക്സ്പ്രഷൻ. കൊല്ലംകാരി ആദ്യമായിട്ടാണ് കൊല്ലം ബീച്ചിൽ വരുന്നത്. അങ്ങനെ കൊല്ലംകാരി ആദ്യമായി കൊല്ലം ബീച്ചിലേക്ക് എത്തുന്ന ആ അത്യപൂർവമായ നിമിഷമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ ആദർശ് ബി ആൻഡ് വെൽക്കം ടു 90s Kid ഒഫീഷ്യൽ. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ വന്നിറങ്ങുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ. എവിടെ? പൊഴിയിൽ അങ്ങോട്ടോ? ഓക്കെ, ലെറ്റ്സ് ഗോ ടു പൊഴി. എടി, അതാണോ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്? അതാണോ? അപ്പോൾ നമുക്ക് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലേക്ക് പോയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ ഗായ്സ്. അങ്ങനെ നമ്മളത് കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പം നമുക്കിവിടെ ഓപ്പണിംഗ് വരുന്നത് 10 മണി തൊട്ട് 1 മണിയും 2 മണി തൊട്ട് 6 മണിയുമാണ്. പിന്നെ തിങ്കളാഴ്ച ഹോളിഡേ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്കാശർത്തി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് മുതിർന്നവർക്ക് 20ഉം കുട്ടികൾക്ക് 10 രൂപയാണ്. ഓക്കെ, എൻട്രി ഫീസ് വരുന്നത് മുതിർന്നവർക്ക് 20ഉം കുട്ടികൾക്ക് 10 രൂപയും. അപ്പോൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഗൈസ്. ഇപ്പോൾ 10 മണിയാവാനായിട്ട് ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട്. നമ്മളിത് ഇവിടെ വണ്ടി ഇവിടെ വെച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊല്ലംകാരി ആദ്യമായിട്ട് കൊല്ലം ബീച്ചും തങ്കശ്ശേരി ലൈറ്റ് ഹൗസും കാണാൻ വന്നിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കട്ടെ എന്തൊക്കെയാണ് പരിപാടികളൊന്ന്. കയറി സൂപ്പർ വ്യൂ ആയിരിക്കും എന്തായാലും. ഇവിടെ കയറിയിട്ടുണ്ടോ? ശംഖുമുഖത്ത് ലൈറ്റ് ഹൗസ് കയറിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ കോവളത്ത് ലൈറ്റ് ഹൗസ് കയറിയിട്ടില്ല. അത് ശരി. എടാ, ഈ ലൈറ്റ് ഹൗസ് എന്തിനാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്? പണ്ട് ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്ക് ദിശ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കും. ലൈറ്റ് വരുന്ന ദിക്ക് നോക്കി അവർക്ക് കര ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓ, അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ പക്ഷേ ഈ വാട്ടർ പൈലറ്റ് സംഭവമൊക്കെ അല്ലേ ഈ കപ്പൽ ഉൾപ്പെടെ ഇപ്പൊ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. ഇപ്പോഴും അതൊക്കെ നോക്കി പോകുന്നവർ കാണുമായിരിക്കും, നമുക്കറിയില്ല. എന്നാലും അതൊക്കെ പോട്ടെ, 29 വർഷമായിട്ടും ഇതുവരെയും ബീച്ച് വരാത്തത് വരാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഓപ്പണിങ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. ഗൈസ്, ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ക്യാഷ് മാത്രമേ ഉള്ളൂ, ഗൂഗിൾ പേ എടുക്കൂല. അപ്പോൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കാണാൻ വരുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഗൂഗിൾ പേ എടുക്കത്തില്ല, ഓൺലി ക്യാഷ്. പിന്നെ എന്ത് ചെയ്യും മല്ലയ്യ? ഓക്കെ, അണ്ണന്മാർ രാവിലെ വിശ്രമമാണല്ലോ. ഗൈസ്, നമ്മളിവിടെ നിന്നപ്പോൾ കണ്ടൊരു സംഭവമാണ്. കൊല്ലം മൺട്രോത്തുരുത്ത് ബോട്ട് സർവീസ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. 11:30 തൊട്ട് 4:30 വരെയാണ്. ലോവർ ക്ലാസ് ഏറ്റവും താഴത്താണെങ്കിൽ 400, മുകളിൽ ഇരുന്ന് പോകണമെങ്കിൽ 500 രൂപ. ടൂറിസ്റ്റ് ബോട്ട്, അടിപൊളി സർവീസ് കേട്ടോ പരിപാടി. എന്തായാലും ഒരു ദിവസം ഇതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് ടൈമില്ല, വേറെ ദിവസം. അപ്പോൾ നമ്മൾ അവിടെ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് തൊട്ട് കടയിൽ വന്ന് കയറി കേട്ടോ. അപ്പം ഇവിടെ എഴുതിച്ചുകൊണ്ട് അടിപൊളി ഒരു കോട്ടാണ്. കൊള്ളാമെങ്കിൽ മറ്റുള്ളവരോട് പറയുക, അല്ലെങ്കിൽ ഞങ്ങളോട് പറയുക അല്ലേ. അപ്പം അതായത് ഞങ്ങളിവിടെ പൊറോട്ടയും ബീഫും പഴംപൊരിയും. അപ്പം പഴംപൊരി വാങ്ങിച്ചുകൊണ്ട് പഴംപൊരിയും ബീഫും കൂടെ മുക്കി കഴിക്കുകയും ചെയ്യാം. കൊള്ളാമോ? പഴംപൊരി അടിപൊളിയല്ലേ, സെറ്റ്. അങ്ങനെ നമ്മളതേ പഴംപൊരിയും ബീഫും പൊറോട്ടയും കൂടെ കഴിച്ചിട്ട് ഇനി നേരെ നമ്മൾ ലൈറ്റ് ഹൗസിലെത്തി പോകും. ഇനി കടയിൽ വേണം ഇനി 100 രൂപ ഗൂഗിൾ പേ എക്സ്ട്രാ അടിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ, ബായ് ഗായ്സ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ കയറി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ മാപ്പ് ഓഫ് കൊച്ചിൻ ലൈറ്റ് ഹൗസ് ഡിസ്ട്രിക്ട്സ് എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. കേരളത്തിൽ ലൈറ്റ് ഹൗസ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. കാസർഗോഡ് തുടങ്ങി ഇതേ നമ്മുടെ മിനിക്കോയ് വരെയുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കോമഡി ഇതല്ല, വിഴിഞ്ഞത്തിനെ കൊടുത്തേക്കുന്നത് ഇവിടെ എവിടെയേ ഞാൻ കണ്ട. അതെ, വിലിഞ്ഞം. കേരളത്തിൻ്റെ മാപ്പിലും ഏറ്റവും ഫസ്റ്റ് കിടക്കുന്നത് വിലിഞ്ഞം.
ഓക്കെ വാട്ടവർ ലക്ഷദ്വീപ്, ഇതൊക്കെ ലക്ഷദ്വീപ് കേട്ടോ. ലക്ഷദ്വീപിൻ്റെ മിനിക്കോയ് ബാക്കി സംഭവങ്ങളൊക്കെ അടിപൊളി. എന്തായാലും ട്രിവാൻഡ്രത്ത് നിന്ന് 31 നോട്ടിക്കൽ മൈൽ എന്തോന്നൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ലൈറ്റ് 31 നോട്ടിക്കൽ മൈൽ ലൈറ്റ് കിട്ടുമോ? ഇലക്ട്രിക്കൽ ലൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, സോ കം ലെറ്റ്സ് ഗോ. കയറാം നമുക്ക് മേലിൽ, മേലെ കയറാം. നല്ല കോമ്പൗണ്ട്. എൻ്റെ ആമ്പോ എന്താ ഹ്യൂജ് നോക്കി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുല്ലിൽ തൊടരുത്, പുല്ലിൽ കയറരുത്. അപ്പോൾ നമ്മൾ ഇവിടെ പുറത്തിട്ടിട്ട് വേണം, അതായത് നമ്മൾ ചപ്പലൊക്കെ വെളിയിലിട്ടിട്ട് വേണം കയറാനായിട്ട്. ഒരു ലിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ സ്റ്റെയറൊക്കെ മാറ്റി, ആ സ്റ്റെയറും ഉണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്. എവിടെ? ഞാൻ മേലെ കയറിയിട്ട് വരാം. ബാ, ഇവിടെ കൊണ്ടിട്ട്. ഇതാണ് സ്റ്റുഡിയോ വരെ പ്രശ്നം. ഏകദേശം നോക്കിയാൽ ചെരുപ്പ് കൊണ്ട് ഇടാൻ വന്നപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് സെയിം. അപ്പോൾ അങ്ങനെ നമ്മൾ കയറുന്നു. അങ്ങനെ ലിഫ്റ്റ് ഓപ്പണായി. മാക്സിമം 4 persons. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്നു. ഇത് മാക്സിമം ഉള്ളത് 2 ആണ്. അപ്പോൾ നമുക്ക് 2 നെക്കാം. അപ്പോൾ 2 നെക്കി എനിക്കെന്തിനാ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ അമ്മ, ഒയ്യോ അടിപൊളി. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഉയരങ്ങളിലേക്കുള്ള കാഴ്ചകളാണ് ഇനി. ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പമല്ല, കാഴ്ചകളുടെ മാധുര്യം കൂടും.